നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മിക്കവാറും ആൾക്കാർ നമ്മൾ സഫർ ചെയ്യുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് താരൻ എന്നുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ താരൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർക്കെങ്കിലും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡ്രൈനസ് വരും, താരൻ വരും, അങ്ങനെ ഭയങ്കര കൂടുതലായിട്ട് താരനുള്ളവരും. പ്രത്യേകിച്ച് താരൻ്റെ എത്രയോ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടും ഷാമ്പു ഉപയോഗിച്ചിട്ടും എണ്ണ ഉപയോഗിച്ചിട്ടും താരൻ മാറാതെ നിൽക്കുന്ന ആൾക്കാരും ഡയറ്റിൽ. കാരണം നമ്മുടെ വയറും നമ്മളെ ഡാൻഡ്രഫും തമ്മിൽ നല്ല ബന്ധമുള്ള നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഡൈജഷനും നമ്മുടെ നമ്മൾ എക്സ്ക്രീഷൻ, അതായത് നമ്മൾ സ്റ്റൂൾ ആൻഡ് യൂറിൻ പാസ് ചെയ്യുന്ന എല്ലാം തമ്മിൽ നമുക്ക് ആ ഒരു ഡാൻഡ്രഫിന് ബന്ധമുണ്ട്. ഈ പറഞ്ഞ ഡൈജഷൻ കറക്റ്റ് അല്ലെങ്കിൽ സ്റ്റൂൾ മര്യാദയ്ക്ക് പാസ് ചെയ്തില്ലെങ്കിലൊക്കെ ഡാൻഡ്രഫ് കൂടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് ശരീരത്തിൻ്റെ ഡ്രൈനസ്, വാട്ടർ റിറ്റൻഷൻ എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ കഴിക്കേണ്ടതും കഴിക്കേണ്ടാത്തതുമായ എന്തൊക്കെ ആഹാരങ്ങളുണ്ടെന്നുള്ളതാണ്. ആദ്യം നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. തൈര് തീർച്ചയായിട്ടും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീർത്തും കഴിക്കരുതെന്നല്ല, എന്നാലും നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരു ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡാൻഡ്രഫ് കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. തൈരാണ് അതിലൊന്ന്. അതുപോലെ തന്നെ വഴുതനങ്ങ, വെജിറ്റബിൾസിലെ വഴുതനങ്ങ ഡാൻഡ്രഫിന് വളരെ മോശമാണ്. ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഭയങ്കര മധുരമായിട്ടുള്ള ബേക്കറി ഐറ്റംസ്, വൈറ്റ് ബ്രെഡ് ഒത്തിരി ആൾക്കാർക്ക് പ്രശ്നമാണ് കേട്ടോ. അതുപോലെ തന്നെ അധികം ഈസ്റ്റ് അടങ്ങിയ സാധനങ്ങൾ ഡെയിലി കഴിക്കുന്നത്, ഈസ്റ്റിൽ പുളിപ്പിച്ച സാധനങ്ങൾ, ദോശ, ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ഈസ്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, മാവ് പുളിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഈ ഈസ്റ്റുള്ള മാവ് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പിന്നെയും ഉപയോഗിക്കുന്നതും ഡാൻഡ്രഫ് കൂടാൻ വേണ്ടിയിട്ട് കൂട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത്രയുമൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ കൂടുതലായിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായ ചില കാര്യങ്ങളിലൂടെ ഉണ്ട് ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട്. അതിലൊന്നാമത്തെ തന്നെ വാൾനട്ടാണ്. രണ്ടാമത്തെ ഫ്ലാക്സ് സീഡ്, ചണവിത്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ്, അതിന് മീൻ എണ്ണ ഗുളികകൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ബയോട്ടിൻ, വൈറ്റമിൻ ബി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മീനെണ്ണ പോലത്തെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഗുളികകളും ഉപയോഗിക്കാം. എഗ്ഗ്, മുട്ട തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഫ്രൂട്ടിലെ അവക്കാഡോ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ്. തീർച്ചയായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ തീർച്ചയായും ദിവസത്തിൽ 2 ദിവസം നിർബന്ധമായിട്ടും പച്ചിലക്കറികൾ, മുരിങ്ങയില ആകട്ടെ, അതുപോലെ തന്നെ മത്തൻ്റെ ഇല, ചീരയുടെ ഇല, ചായമനസയുടെ ഇല, അങ്ങനെ ഒത്തിരി വളരെ ഗുണപ്രദമായിട്ടും ന്യൂട്രീഷൻ പ്രദാനം ചെയ്യുന്നതുമായ ഇലകൾ ലഭ്യമാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു തോരനോ വറവോ എന്തെങ്കിലും, അല്ലെ പരിപ്പ് കൂട്ടിയിട്ട് കറിയോ എന്തെങ്കിലും വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാൻഡ്രഫുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ക്യൂർ ഇല്ലാതെ എന്ത് ചെയ്തിട്ടും പോകാതിരിക്കുന്ന ആൾക്കാർ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ല കുറവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.